Hi all, welcome to I Plus Training Solution. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സ്ട്രോങ് ആസിഡ് ഹാസ് എ weak conjugate acid, weak conjugate base, strong conjugate base, strong conjugate acid. നമുക്കറിയാം അല്ലേ, സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് weak conjugate base ആയിരിക്കും അല്ലേ? അതായത് the strength of an acid is inversely related to the strength of the conjugate base. ആസിഡിന്റെയും അതുപോലെ തന്നെ കോൺജുഗേറ്റ് ബേസിന്റെയും സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ സ്ട്രോങ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? വീക്ക് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. നോക്കുക, ആസ് പെർ ദ കോൺജുഗേറ്റ് പെയർസ് ഇൻ ദ ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്, സ്ട്രോങ് ആസിഡ് ഹാസ് എ വീക്ക് കോൺജുഗേറ്റ് ബേസ്. സ്ട്രോങ് ആസിഡിന് എന്താണ്? വീക്ക് കോൺജുഗേറ്റ് ബേസ് ആണ്. അതുപോലെ തന്നെ വീക്ക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രോങ് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. ഓക്കെ, ദ സ്ട്രോങ് ബേസ് ഹാസ് എ വീക്ക് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ഹാസ് സ്ട്രോങ് കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അപ്പൊ നേരെ ഓപ്പോസിറ്റ് തന്നെ. അപ്പൊ എന്താണ്? ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അവിടെ വീക്ക് കോൺജുഗേറ്റ് ബേസും, ആസിഡ് വീക്ക് ആണെങ്കിൽ അത് സ്ട്രോങ് കോൺജുഗേറ്റ് ബേസും. ഇനി ബേസ് ആണ് അവിടുത്തെ വീക്ക് എങ്കിൽ എന്തായിരിക്കും? അവിടെ സ്ട്രോങ് കോൺജുഗേറ്റ് ആസിഡും. ബേസ് സ്ട്രോങ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ വീക്ക് കോൺജുഗേറ്റ് ആസിഡും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലൂയിസ് ബേസ്? അമോണിയ, മഗ്നീഷ്യം ക്ലോറൈഡ്, അലുമിനിയം ക്ലോറൈഡ്, സോഡിയം അയോൺ. ഇതിൽ ഏതാണ് ലൂയിസ് ബേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അമോണിയ ആണ് അല്ലെ? അതായത് അമോണിയ നമുക്കറിയാം, അമോണിയ NH3 ആണ്. അപ്പൊ NH3 എന്നിൽ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട് അല്ലെ? അപ്പൊ ലോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ലൂയിസ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ലൂയിസ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂയിസ് ബേസ് is a chemical substances which can donate a pair of electrons. അപ്പൊ ഇവിടെ എന്താണ്? നൈട്രജന് ലോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അമോണിയ എന്താണ്? അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, എക്സാമ്പിൾസ് ആർ ന്യൂട്രൽ മോളിക്യൂൾസ് കണ്ടെയ്നിങ് ലോൺ പെയർസ് ലൈക്ക് അമോണിയ. പിന്നെ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആൻഡ് ലിഗാൻഡ്സ് ഇൻ ദ കോർഡിനേഷൻ സ്പീഷീസ്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലൂയിസ് ബേസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രോങ് ആസിഡ്? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആസിഡ് തന്നിട്ടുണ്ട്, അതിനോടൊപ്പം അതിന്റെ pH വാല്യൂവും തന്നിട്ടുണ്ട്. ഇതിലെ സ്ട്രോങ് ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HCl അതിന്റെ pH 1 ആണ്, CH3COOH pH 5, lemon juice pH 2.2, pure milk pH 6. ഏതായിരിക്കും ആൻസർ? ഏതാണ്? നമുക്കറിയാം അല്ലെ, pH റേഞ്ച് എന്ന് പറയുന്നത് എത്ര തൊട്ടാണ്? 0 to 14 ആണ്. ഇതിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7ന്റെ താഴോട്ട് പോകുന്തോറും എന്തായിരിക്കും? അത് അസിഡിക് ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? 7ന് മുകളിലേക്ക് പോകുന്തോറും അത് ബേസിക് ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, 7ൽ നിന്ന് അകലും തോറുമാണ് എന്താണ്? അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടത്തെ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? HCl അല്ലെ? pH 1 ഉള്ള HCl ആയിരിക്കും ഇവിടത്തെ സ്ട്രോങ് ആസിഡ്. ഇവിടത്തെ വീക്ക് ആസിഡ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് പറയാം ഏതാണ്? ഇവിടെ pH 6, ഇത് 7നോട് അടുത്താണ്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? പ്യുവർ മിൽക്ക് എന്താണ്? ലാക്റ്റിക് ആസിഡ് അല്ലെ? അത് വീക്ക് ആസിഡ് ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ന്യൂട്രൽ സോൾട്ട്? തന്നിരിക്കുന്നവയിൽ ന്യൂട്രൽ സോൾട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NH4Cl, CH3COO, NH4, CH3COO, Na, Na2CO3. നമുക്ക് എങ്ങനെയാണ് ഒരു സോൾട്ട് ന്യൂട്രൽ സോൾട്ട് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്? അതായത് ഒന്നെങ്കിൽ എന്തായിരിക്കും? സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടെ കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്നത് ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? വീക്ക് ആസിഡും വീക്ക് ബേസും കൂടെ കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ NH4Cl
HCl എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിച്ചേരുന്നതാണ്? നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം NH4OH ഉം അല്ലെ, NH4OH ഉം അതുപോലെ തന്നെ എന്താണ് HCl ഉം കൂടെ കൂടിച്ചേരുന്നതാണ്. ഓക്കെ, HCl ഉം കൂടെ കൂടിച്ചേരുന്നതാണ് ഇത് എന്ന് പറയുന്നത് NH4Cl എന്ന് പറയുന്ന സോൾട്ട്. അപ്പൊ NH4Cl. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം NH4OH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വീക്ക് ബേസ് ആണ്. അതേ സമയത്ത് HCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ട്രോങ് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ NH4Cl എന്തല്ല, ന്യൂട്രൽ സോൾട്ട് അല്ല. ഇനി അടുത്തത് നോക്കുക, CH3COONH4. ഇതേതായിരിക്കും? നമുക്കറിയാം CH3COOH പ്ലസ് ഏതായിരിക്കും, NH4OH അല്ലെ, NH4OH. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്, CH3COONH4 ഫോം ചെയ്യുന്നത്. ഇവിടെ നീ വാട്ടർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം CH3COOH എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു വീക്ക് ആസിഡ് ആണ് അല്ലെ, ആസിറ്റിക് ആസിഡ് ആണ്. അതെന്താണ്, വീക്ക് ആസിഡ് ആണ്. അതേ സമയത്ത് NH4OH നമ്മൾ പറഞ്ഞു വീക്ക് ബേസ് ആണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഇതൊരു ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും അല്ലെ, ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തത് അറിയാം, അടുത്തത് CH3COONA. ഇവിടെ ഏതൊക്കെയാണ്, CH3COOH അല്ലെ, അസറ്റിക് ആസിഡ് പ്ലസ് ഇവിടെ എന്തായിരിക്കും, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും അല്ലെ, NaOH ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് CH3COONA എന്നുള്ള സോൾട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബേസും അതുപോലെ തന്നെ CH3COOH എന്താണ്, ഒരു വീക്ക് ആസിഡുമാണ്. അതുകൊണ്ട് തന്നെ അതും എന്തല്ല, ന്യൂട്രൽ അല്ല. ഇനി അടുത്തത് നോക്കുക, അടുത്തത് ഏതാണ്, Na2CO3. Na2CO3 ഏതൊക്കെ ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്, H2CO3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് ആസിഡ് ആണ്. പ്ലസ് NaOH എന്നുള്ള സ്ട്രോങ് ബേസും കൂടെ കൂടി ചേർന്നിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്, Na2CO3. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, ഓപ്ഷൻ ബി ആണ് അല്ലെ, CH3COONH4 എന്ന് പറയുന്ന വീക്ക് ആസിഡും വീക്ക് ബേസും കൂടെ കൂടി ചേർന്നുണ്ടാവുന്ന സോൾട്ട് ആണ് ന്യൂട്രൽ സോൾട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, CuSO4 5H2O. In this compound, the water molecule is called pure water, water of crystallization, soda water, none of this. ഇവിടെ ഏതാണ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്, കോപ്പർ സൾഫേറ്റ് 5H2O ആണ് അല്ലെ. ഇതിലെ ഈ ഒരു വാട്ടർ മോളിക്യൂളിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വാട്ടർ മോളിക്യൂളും വാട്ടർ ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറയുക. അതായത് the water molecule that are chemically bonded within the crystal structure of the salt. അങ്ങനത്തെ, അതായത് എന്താണ് പറഞ്ഞത്, ഇപ്പൊ ഈ കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറില് കെമിക്കലി ബോണ്ടഡ് ആണ് ഏത് എന്ന് പറയുന്നത്, ഈ H2O എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വാട്ടർ മോളിക്യൂളിനാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് സോൾട്ട് സൊല്യൂഷൻ ഈസ് ബേസിക്. തന്നിരിക്കുന്നതിൽ ഏത് സോൾട്ട് സൊല്യൂഷൻ ആണ് ബേസിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NH4NO3, KCl, CH3COONA, NH2SO4. ഇതിൽ ഏതാണ് ബേസിക് നേച്ചർ? എങ്ങനെയാണ് ഒരു സോൾട്ട് ബേസിക് ആണോ അസിഡിക് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം അല്ലെ, എങ്ങനെയാണ് ഒരു ബേസിക് ആണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക, സ്ട്രോങ് ബേസിൽ നിന്നും അതുപോലെ തന്നെ വീക്ക് ആസിഡിൽ നിന്നും ഫോം ചെയ്യുന്ന സോൾട്ട് ആണ് ഏതെന്ന് പറയുന്നത്, ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. അതേ സമയത്ത് എന്താണ്, അസിഡിക് സോൾട്ട് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കും അവിടെ എന്ത് ഫോം ചെയ്യുന്നത്, അസിഡിക് സോൾട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സോൾട്ടുകൾ നോക്കിയാൽ മതി, ഇതിൽ ഏതാണ് സ്ട്രോങ് ബേസും വീക്ക് ആസിഡും കൂടെ ഫോം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് ബേസിക് സോൾട്ട് ആയിരിക്കും. നമ്മൾ ഫസ്റ്റത്തെ NH4NO3 എന്ന് പറയുന്നത് എന്താണ്, NH4OH ഉം അതുപോലെ
HNO3 കൂടെ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ HNO3 എന്താണ്? സ്ട്രോങ് ആസിഡ് ആണ്. NH4OH എന്ന് പറയുന്നത് വീക്ക് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? അതൊരു അസിഡിക് നേച്ചർ ആയിരിക്കും. ഇനി KCl എടുക്കുകയാണെങ്കിലോ, KCl എടുക്കുകയാണെങ്കിൽ KOH ഉം അതുപോലെ തന്നെ എന്താണ്? HCl ഉം. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ്. അപ്പൊ ഈ KOH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. അതേ സമയത്ത് HCl ഉം എന്താണ്? സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അപ്പൊ ഇതെന്താണ്? ഇത് ന്യൂട്രൽ ആണ്. ഇനി അടുത്തത് CH3COONA ആണ്. അപ്പൊ CH3COONA എന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ചേർന്നിട്ടാണ്? CH3COOH എന്നുള്ള വീക്ക് ആസിഡ് പ്ലസ് NaOH എന്നുള്ള എന്താണ്? സ്ട്രോങ് ബേസും കൂടെ കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇതൊരു ബേസിക് നേച്ചർ ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ ഒരു സ്ട്രോങ് ബേസിൽ നിന്നാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ഇനി NH4 twice SO4 നോക്കുകയാണെങ്കിലോ, അത് NH4OH എന്നുള്ള weak base plus H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്ന് നമുക്കറിയാം സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോ അവിടെ എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? അതൊരു അസിഡിക് സോൾട്ട് ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ അസിഡിക് സോൾട്ട് ആയിരിക്കും. അതുകൊണ്ട് ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. CH3COONA എന്ന് പറയുന്ന സോൾട്ട് ആണ് ഏത്? ബേസിക് നേച്ചർ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാന്നാ പറഞ്ഞത്? ബേസിക് നേച്ചർ ആണെങ്കിൽ അത് എവിടെ നിന്ന് ഫോം ചെയ്യുന്നതായിരിക്കും? സ്ട്രോങ് ബേസിൽ നിന്ന് ഫോം ചെയ്യുന്നതായിരിക്കും. അസിഡിക് നേച്ചർ ആണെങ്കിൽ അത് വീക്ക് ബേസിൽ നിന്ന് ഫോം ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? സ്ട്രോങ് ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. For a salt of weak acid and weak base, the pH of the solution depends on only Ka, only Kb, the relative strength of Ka and Kb, or pKa and pKb. D. The concentration of the salt. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് വീക്ക് ആസിഡിൽ നിന്നും വീക്ക് ബേസിൽ നിന്നും ഫോം ചെയ്യുന്ന സോൾട്ടിന്റെ pH സൊല്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെ ഡിപ്പെൻഡ് ആയിരിക്കും? അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം എന്താണ്? pH എന്ന് പറയുന്നത് ആസിഡിന്റെയും ബേസിന്റെയും റിലേറ്റീവ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ അത് അല്ലെ, ഈ Kaയും Kbയും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതിന്റെ നെഗറ്റീവ് ലോഗരിതം എടുക്കുന്നതാണ് pKa pKb എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ Ka ആൻഡ് Kb എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് Ka ആൻഡ് Kb. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് സോൾട്ട് സൊല്യൂഷൻസ് pH ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ? തന്നിരിക്കുന്നതിൽ pH കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോൾട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CH3COONA, NH4Cl, NH4CN, FeCl3. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് pH ഇൻഡിപെൻഡന്റ് ആണ്, കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സോൾട്ട് ഫോം ചെയ്യുന്നത് വീക്ക് ആസിഡിൽ നിന്നും വീക്ക് ബേസിൽ നിന്നുമാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതിന്റെ pH എന്ന് പറയുന്നത് കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ ഡിസസോസിയേഷൻ കോൺസ്റ്റന്റ് Kaയും Kbയും എന്തായിരിക്കും? ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഏതാണ് വീക്ക് ആസിഡിൽ നിന്നും വീക്ക് ബേസിൽ നിന്നും ഫോം ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. CH3COONA എന്ന് പറയുന്നത് എന്താണ്? CH3COOH പ്ലസ് NaOH എന്ന് പറയുന്ന, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം NaOH എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കില്ല? അവിടെ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ല pH. ഓക്കെ, ഇനി NH4Cl എടുത്താലോ? NH4Cl എടുത്താലും NH4
OH പ്ലസ് HCl. HCl എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ അവിടെയും എന്തായിരിക്കില്ല, ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ല. ഇനി NH4CN എടുത്തിട്ടുണ്ടെങ്കിൽ NH4OH അതെന്താണ്, ഒരു വീക്ക് ബേസ് ആണ്. പ്ലസ് HCN എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. NH4CN ആണ് എന്ത്, വീക്ക് ആസിഡിൽ നിന്നും അതുപോലെ തന്നെ വീക്ക് ബേസിൽ നിന്നും ഫോം ചെയ്യുന്ന സോൾട്ട്. അതെന്തായിരിക്കും, അതിന്റെ pH എന്ന് പറയുന്നത് കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. FeCl3 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ്, FeCl3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FeOH thrice പ്ലസ് HCl, ഇവിടെയും എന്താണ്, ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, ഇതും ഇൻഡിപെൻഡന്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് സൊല്യൂഷൻ ഡസ് ഫിനോഫ്തലിൻ ടേൺ പിങ്ക്? ഏതാണ്, അസിഡിക് സൊല്യൂഷൻ, ബേസിക് സൊല്യൂഷൻ, ന്യൂട്രൽ സൊല്യൂഷൻ, ബോത്ത് അസിഡിക് ആൻഡ് ബേസിക്. നമുക്കറിയാം ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ അത് ഏതിലാണ് ടേൺ ടു പിങ്ക് അല്ലെ, ബേസിക് സൊല്യൂഷൻ ആണ് അല്ലെ. ബേസിക് സൊല്യൂഷനിലായിരിക്കും എന്ത്, ഫിനോഫ്തലിൻ പിങ്ക്. അതേ സമയത്ത് അസിഡിക്കിലും അതുപോലെ തന്നെ ന്യൂട്രലിലും എന്തായിരിക്കും, കളർ ഉണ്ടാവില്ല, കളർലെസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. What is the key characteristics of universal indicator? Universal indicator ന്റെ key characteristic ആണ് ചോദിച്ചിരിക്കുന്നത്. Shows only two colors. A mixer that show gradual color changes with pH only mixed in redox titration is a type of olfactory indicator. എന്തായിരിക്കും, എന്താണ്, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, എ മിക്സർ ദാറ്റ് ഷോസ് ഗ്രാജുവൽ കളർ ചേഞ്ചസ് വിത്ത് pH. അത് എന്താണ്, pHന്റെ റേഞ്ച് മാറുന്നതിനനുസരിച്ച് അതിന്റെ എന്തായിരിക്കും, കളർ ചേഞ്ചും വ്യത്യാസം വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് പല ഇൻഡിക്കേറ്ററുകൾ കൂടി ചേർന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ pH റേഞ്ച് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കളറുകൾ കാണിച്ചുകൊണ്ടിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് correct ആയിട്ടുള്ള ആൻസർ. A mixer that shows gradual color changes with the pH. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. What is the primary function of a buffer solution? എന്താണ്, ബഫർ സൊല്യൂഷന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. To increases pH significantly, to decreases pH significantly, to resist changes in pH, to neutralize strong acid and bases completely. എന്താണ് ബഫർ സൊല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലെ, pHന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. To resist changes in pH. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബഫർ സൊല്യൂഷന്റെ പ്രൈമറി ഫംഗ്ഷൻ ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ pH. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. An acidic buffer solution is made by mixing a strong acid and its salt, a weak acid and its conjugate base, a strong base and its salt, a weak base and its conjugate acid. നമുക്കറിയാം അല്ലെ, അസിഡിക് സൊല്യൂഷനും ഉണ്ട്, ബേസിക് ബഫർ സൊല്യൂഷനും ഉണ്ട്. അപ്പൊ ഈ അസിഡിക് ബഫർ സൊല്യൂഷൻ എന്തിന്റെയൊക്കെ മിക്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെയൊക്കെ മിക്സ് ആണ്, എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. എന്താണ്, ഒരു വീക്ക് ആസിഡും അതുപോലെ തന്നെ അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെയും മിക്സർ ആണ് എന്തെന്ന് പറയുന്നത്, അസിഡിക് ബഫർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ CH3COOH എന്ന് പറയുന്നത് എന്താണ്, ഒരു വീക്ക് ആസിഡ് ആണ്. ഇനി അതിന്റെ കോൺജുഗേറ്റ് ബേസ് CH3COONA എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു കോൺജുഗേറ്റ് ബേസ് ആണ്. അതെന്തിന് എക്സാമ്പിൾ ആണ്, അതൊരു അസിഡിക് ബഫർ സൊല്യൂഷന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പറയാ എന്താണ് അസിഡിക് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ മിക്സർ ആണ്, എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, ഇനി അടുത്തത് ഈ തന്നിരിക്കുന്നതില് ബേസിക് ബഫർ ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് പെയർസ് ഫോം എ ബേസിക് ബഫർ, അസറ്റിക് ആസിഡ് ആൻഡ് sodium acetate,
Then boric acid and borax, ammonium hydroxide and ammonium chloride, HCl and NaOH. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ബേസിക് ബഫർ? നമ്മൾ അസറ്റിക് ആസിഡിന്റെയും സോഡിയം അസറ്റേറ്റിന്റെയും കേസ് പറഞ്ഞു. എന്താണ്? അതൊരു അസിഡിക് ബഫർ ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നതില് ഏതാണ് വീക്ക് ബേസിക് ബഫർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ ഏതൊക്കെയായിരിക്കും? അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും. അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡുമാണ് ഈ തന്നിരിക്കുന്നതിലെ ബേസിക് ബഫർ എന്ന് പറയുന്നത്. ഇവിടെ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീക്ക് ബേസ് ആണ്. ദെൻ അമോണിയം ക്ലോറൈഡ് എന്താണ്? അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ്. അപ്പൊ ആ ഒരു മിക്സർ എന്തിന് എക്സാമ്പിൾ ആണ്? ബേസിക് ബഫറിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസിക് ബഫർ, ന്യൂട്രൽ സൊല്യൂഷൻ, അസിഡിക് ബഫർ, സ്ട്രോങ് ആസിഡ് സൊല്യൂഷൻ. നമ്മൾ കണ്ടതാണ് അല്ലെ. അതായത് CH3COOH ന്റെയും CH3COON യുടെയും മിക്സർ എന്തായിരിക്കും? അതൊരു അസിഡിക് ബഫർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രീൻ വിട്രിയോൾ ഈസ് ദി കോമൺ നെയിം ഫോർ വിച്ച് കോമ്പൗണ്ട്? ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണോ, കോപ്പർ സൾഫേറ്റ് ആണോ, ഫെറസ് സൾഫേറ്റ് ആണോ, മഗ്നീഷ്യം സൾഫേറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഗ്രീൻ വിട്രിയോൾ? ഗ്രീൻ വിട്രിയോള് ഫെറസ് സൾഫേറ്റ് ആണ്. FeSO4 7H2O എന്ന് പറയുന്ന ഫെറസ് സൾഫേറ്റ് ആണ് എന്ത്? ഗ്രീൻ വിട്രിയോൾ എന്ന് പറയുന്നത്. ഇനി സിങ്ക് സൾഫേറ്റ് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ് 7H2O ഇതെന്തായിരിക്കും? ഇത് വൈറ്റ് വിട്രിയോൾ ആയിരിക്കും. എന്താണ്? വൈറ്റ് വിട്രിയോൾ ആണ്. കോപ്പർ സൾഫേറ്റ് നമുക്കറിയാവുന്നതാണ് അല്ലെ. കോപ്പർ സൾഫേറ്റ് CuSO4 5H2O എന്ന് പറയുന്നത് ബ്ലൂ വിട്രിയോൾ ആണ്. ഇനി അടുത്തത് ഏതാണ്? Blue vitriol is heated, it turns into which color? Blue vitriol എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഏതായിരുന്നു? കോപ്പർ സൾഫേറ്റ് ആണ്. ഈ കോപ്പർ സൾഫേറ്റ് 5H2O ഇത് ബ്ലൂ കളർ അല്ലെ. ഈ ഒരു ബ്ലൂ കളർ ഹീറ്റ് ചെയ്യുമ്പോൾ ഏത് കളർ ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ, റെഡ്, വൈറ്റ്, ബ്ലാക്ക്. ഏത് കളർ ആകും പറയാമോ? ഏത് കളർ ആവും? വൈറ്റ് കളർ ആണ് ആവുന്നത്. എന്തുകൊണ്ടാണ് വൈറ്റ് കളർ ആവുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ബ്ലൂ വിട്രിയോൾ CuSO4 5H2O ആണ്. അപ്പൊ എന്താണ്? ഇവിടെ ചൂടാക്കുമ്പോൾ ഈ 5H2O ഇവിടെ നിന്ന് നഷ്ടപ്പെടും. ഈ H2O അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് എന്തായിട്ട് മാറും? അവിടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യും. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യും. അതിന്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. അപ്പൊ എന്താണ് ഇതിനൊരു ബ്ലൂ കളർ നൽകിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റിൽ ഉണ്ടായിരുന്ന വാട്ടർ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ്, ഈ രണ്ട് മോളിക്യൂളും കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് കളർ ഫോം ചെയ്യുന്നത്? ബ്ലൂ കളർ ഫോം ചെയ്യുന്നത്. അവിടെ നിന്ന് ആ ഒരു വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെടുമ്പോൾ അതെന്തായിട്ട് മാറും? വൈറ്റ് കളർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ ആപ്പിലെ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നതാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.